മനുഷ്യരെല്ലാവരും ആഗ്രഹങ്ങളുടെ ഒരു മായാലോകത്തിലാണ് ജീവിക്കുന്നത്. ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നും മനുഷ്യർ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നില്ല, നടക്കണമെന്നില്ല. ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക് നാം നമ്മുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളാക്കി ദൈവത്തോട് അറിയിക്കുന്നവരാണ്. നാം പലതും ആഗ്രഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? നമുക്കിതിന് പെട്ടെന്ന് മറുപടി കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ നമുക്ക് ഈ ചോദ്യം ദാവീദിനോട് ചോദിക്കാം. അവനിങ്ങനെ മറുപടി നൽകും. 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം, ഞാൻ കർത്താവിനോട് ഒരു കാര്യം ആഗ്രഹിച്ചു, അതുതന്നെ ഞാൻ അപേക്ഷിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനോ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുവാനോ പദവികളും മാന്യതകളും ഉണ്ടാകുവാനോ അല്ല താൻ ആഗ്രഹിച്ചതെന്നോർക്കണം. പകരം ദാവീദ് ഇവിടെ ദൈവത്തെ തന്നെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് പലരും ദാതാവിനേക്കാൾ ദാനങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ വേണ്ട, പകരം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ മാത്രം മതി. ദാനങ്ങളെ മാത്രം വ്യാപാരം ചെയ്യുന്ന ആത്മീയ വ്യാപാരികൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെ കയ്യടിയും ആൾക്കൂട്ടവും കാണും. വളരെ ദയനീയകരം. എന്നാൽ ഇവിടെ ദാവീദ് തൻ്റെ ഒരു ആഗ്രഹത്തിന് വളരെ ഊന്നൽ കൊടുക്കുകയാണ്. വൺ തിങ് ഐ ഹാവ് ഡിസൈഡ് ഓഫ് ദി ലോഡ്. ഒരു കാര്യം കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് മറ്റെല്ലാ കാര്യങ്ങളുടെയും മുൻപിൽ നിൽക്കേണ്ടുന്ന ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞതത്രേ, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. യഹോവ എൻ്റെ ഇടയനാകുന്നു, അതാണ് എനിക്ക് സർവപ്രധാനം. കർത്താവിൻ്റെ ഇടയനായിരിക്കുക, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതൊരു പദവിയാണ്, മാന്യതയാണ്. അതാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൻ്റെ ആശയമെങ്കിൽ ദാവീദ് 23-ാം സങ്കീർത്തനം എഴുതി അവസാനിപ്പിക്കുന്നത് ഞാൻ നന്മയുടെയും കരുണയുടെയും പിറകെ പോകുമെന്നല്ല, പകരം അതൊക്കെ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്നാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ആഗ്രഹം കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായിരിക്കുക എന്നതാണ്. കർത്താവിൻ്റെ മനോഹരത്വം കാണുന്നത് നമുക്കൊരു ആനന്ദമായിരിക്കണം. അവൻ്റെ മന്ദിരത്തിലെ ധ്യാനം ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ സമയമാണെന്ന് തിരിച്ചറിയണം. അവൻ്റെ ആലയത്തിൽ ആയുഷ്കാലമൊക്കെയും പാർക്കുന്നത് ഏറെ പ്രാമുഖ്യമായ ജീവിതാഭിലാഷവുമായിരിക്കണം. ദാവീദിൻ്റെ ആ നല്ല ആഗ്രഹം നമ്മുടെയും ആഗ്രഹമായി തീരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.